നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത: SSLC +2 പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ഉത്തരാഖണ്ഡിൽ മഞ്ഞിടിച്ചിൽ 4 മരണം, 5 പേർക്കായി തിരച്ചിൽ, 50 പേരെ രക്ഷപ്പെടുത്തി. കോഴിക്കോട് മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഞായറാഴ്ച റംസാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാരും മതപണ്ഡിതന്മാരും അറിയിച്ചിട്ടുണ്ട്. വിജയകരണങ്ങൾക്ക് തുടക്കം. മാലിന്യമുക്ത പ്രഖ്യാപനം 29-ന്. ആദ്യ ബി പാർക്ക് കൊല്ലത്ത് തുറന്നു. മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേത് കൊല്ലത്ത് യാഥാർത്ഥ്യമായി. കൊല്ലം SN കോളേജ് ജംഗ്ഷന് സമീപം റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ ഒരുക്കിയ ബി പാർക്ക് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ആശാസമരം മറുപടിയില്ലാതെ പിന്തുണക്കാർ. SUCI, SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലങ്ങിടുന്ന ചിലരാണ് ആശാസമരത്തെ നയിക്കുന്നത്. വിവാഹിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ല. വിവാഹിതയായ സ്ത്രീയെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം സാധ്യമല്ലെന്നിരിക്കെ പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് കരുതേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിഭാഗം ആശമാർ നടത്തുന്ന സമരം അക്രമാസക്തമാക്കാൻ നീക്കം. തിങ്കളാഴ്ച നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം ഉണ്ടാക്കണമെന്ന് ഒരു വിഭാഗം ആശമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം ഉണ്ടായിരിക്കുന്നു. ലഹരിക്ക് വിലങ്ങിടും. നടപടികൾ ശക്തമാക്കി സർക്കാർ. കയ്യൂർ സ്മരണ ജ്വലിച്ചു. പതാക ജാഥ പ്രയാണം തുടങ്ങി.